ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദർസർജി, ദർസർ സാഹിബ് എന്നീ പേരുകളിലാണ്. കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകരിൽ ഒരാളാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. 1861 മാർച്ച് 3-നാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ജനിക്കുന്നത്. തലശ്ശേരിയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. മലബാറിലെ ആദ്യ തീയർ കുടുംബമായ ആയത്താൻ താവഴിയിൽ അയ്യത്താൻ ചന്ദൻ, കല്ലാട്ട് ചിരുതമ്മാൾ എന്നിവരുടെ ആദ്യത്തെ മകനായിട്ടാണ് ഡോക്ടർ അയ്യത്താൻ ജനിക്കുന്നത്. ഇളയ സഹോദരിയായിരുന്ന ഡോക്ടർ അയ്യത്താൻ ജാനകി അമ്മാളാണ് കേരളത്തിലെ ആദ്യ വനിതാ ഡോക്ടർ, സർജൻ എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തി. കല്ലാട്ട് കൗസല്യ അമ്മാളാണ് ഡോക്ടർ അയ്യത്താന്റെ ഭാര്യ. അതുപോലെ ഇദ്ദേഹം അന്തരിക്കുന്നത് 1948 മെയ് 2-നാണ്. ബ്രഹ്മസമാജ മുറപ്രകാരമാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചത്. അത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബ്രഹ്മ വിവാഹമായിരുന്നു. ആരുടേത്? കല്യാട്ട് കൗസല്യ അമ്മാളിന്റെയും ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെയും. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഡോക്ടറും, സർജൻ, മെഡിക്കൽ സ്കൂൾ പ്രൊഫസർ, റൈറ്റർ, മനുഷ്യസ്നേഹി, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിലാണ് ഇദ്ദേഹം ശോഭിച്ചിട്ടുള്ളത്. അനാചാരങ്ങളോടുള്ള പ്രതിഷേധം സ്വന്തം കുടുംബം മുറിച്ചുകൊണ്ട് നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. മറ്റ് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനീതികൾ എന്നിവ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുവാനായി പോരാടിയ വ്യക്തിയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അതുപോലെ ഇദ്ദേഹത്തെ പറ്റി ഡോക്ടർ സുകുമാർ അഴീക്കോട് വിശേഷിപ്പിച്ച ഒരു കോട്ടുണ്ട്. അത് നാം ഇന്ന് സാമൂഹ്യ പരിഷ്കർത്താക്കളായി അറിയുന്ന പ്രാതസ്മരണീയർക്കെല്ലാം മുമ്പേ പറന്നുപോയ പരിവർത്തന പക്ഷിയായിരുന്നു അയ്യത്താൻ ഗോപാലൻ എന്ന്. നമ്മൾ പഠിക്കുന്ന പല നവോത്ഥാന നായകരെക്കാൾ മുൻപേ ഈ മണ്ണിൽ പിറന്ന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു ചരിത്രം സൃഷ്ടിച്ച ശേഷം മൺമറഞ്ഞു പോയ ഒരു നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. 1863 ജനിച്ച ഇദ്ദേഹത്തിന് 1897 കാലിക്കറ്റ് ലുനാറ്റിക് അഭയ കേന്ദ്രത്തിലെ സൂപ്രണ്ടായിട്ട് ജോലി ലഭിച്ചത്. കാലിക്കറ്റ് ലുനാറ്റിക് അഭയ കേന്ദ്രം എന്നത് ഇന്നത്തെ കുതിരവട്ടം മാനസിക ആശുപത്രിയാണ്. ഓക്കെ, അപ്പൊ അതുവരെ വിദേശികൾ മാത്രം അലങ്കരിച്ചിരുന്ന ഈ ഒരു പദവിയിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനും കേരളീയനുമായ വ്യക്തിയാണ് അയ്യത്താൻ. മാനസിക രോഗികളെ വെറുത്തിരുന്ന അക്കാലത്ത് അവരെ രോഗികളായി കണ്ട് ചികിത്സ നൽകുകയും അവർ വസിച്ചിരുന്ന സ്ഥാപനങ്ങളെ ഇന്നത്തെ നിലയിലുള്ള മാനസികാരോഗ്യ ആശുപത്രിയാക്കി മാറ്റാനും ഡോക്ടർ അയ്യത്താൻ മുൻകൈ എടുത്തിട്ടുണ്ട്. 1921 മാപ്പിളലഹള നടക്കുന്ന സമയം ഇദ്ദേഹം കോഴിക്കോട് ചിത്താരോഗ ആശുപത്രിയിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഈ ഒരു ലഹളയെ തുടർന്ന് തിരൂരങ്ങാടി, കോട്ടക്കൽ, മഞ്ചേരി, പെരിന്തൽമണ്ണ തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നും ഒഴുകി വന്ന അഭയാർത്ഥികളെ ഇദ്ദേഹം സംരക്ഷിക്കുകയുണ്ടായി. അതുപോലെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മ സമാജത്തിന്റെ കേരളത്തിലെ നേതാവും പ്രചാരകനുമായതിനാൽ കേരളത്തിലെ ബ്രഹ്മ സമാജത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും അയ്യത്താനെയാണ്. അദ്ദേഹത്തിന്റെ അനുയായികളാണ് ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ, അതുപോലെ പി കുഞ്ഞിരാമൻ എന്നിവരെ. അയ്യത്താന്റെ ആവശ്യപ്രകാരം ബ്രഹ്മസങ്കീർത്തനം എന്ന കവിത എഴുതിയ ഒരു വ്യക്തിയാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ. ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ബ്രഹ്മസങ്കീർത്തനം എന്ന കവിത രചിക്കുകയും ബ്രഹ്മസമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ കാരാട്ട് ഗോവിന്ദ മേനോനെ ആദര സൂചകമായി ഡോക്ടർ അയ്യത്താൻ നൽകിയ പേരാണ് ബ്രഹ്മാനന്ദ സ്വാമി. അദ്ദേഹമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത്. പി കുഞ്ഞിരാമനെ ബ്രഹ്മവാദി എന്ന് നാമകരണം നൽകിയത് ഡോക്ടർ അയ്യത്താനാണ്. അതുപോലെ 1893 കേരളത്തിൽ ആദ്യമായി ഇദ്ദേഹം ബ്രഹ്മസമാജം ഏർപ്പെടുത്തി. ഇതിനെ തുടർന്ന് 1898 ജനുവരി 17 കോഴിക്കോട് ബ്രഹ്മസമാജം ഏർപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ അയ്യത്താൻ തന്റെ പരിഷ്കരണ ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. ബ്രഹ്മസമാജത്തിന്റെ ശാഖകള് ആലത്തൂര്, തലശ്ശേരി എന്നിവിടങ്ങളിൽ തുടങ്ങുകയും മറ്റൊരു ശാഖ 1924 ആലപ്പുഴയിലും സ്ഥാപിച്ചു. അതുപോലെ കേരളത്തിൽ മിശ്രഭോജനം, മിശ്രവിവാഹം എന്നിവ നടത്താൻ മുൻകൈ എടുക്കുകയും ജാതി, മതം, വിഗ്രഹാരാധന, ജന്തുബലി, എട്ടുമാറ്റ് തുടങ്ങിയ ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ പോരാടുകയും ചേവായൂർ പുലയ റോഡ് സമരം, പറയഞ്ചേരി പറയ കോളനി സമരം, പുതിയറ റോഡ് സമരം തുടങ്ങിയ ഒട്ടേറെ സമരം പങ്കെടുത്തിട്ടുള്ള ഒരു നവോത്ഥാന നായകൻ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ അയ്യത്താൻ എന്ന്. അതുകൊണ്ട് തന്നെ ഡോക്ടർ അയ്യത്താനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത്. 1900 കേരളത്തിൽ സുഗുണവർദ്ധിനി പ്രസ്ഥാനവും 1909 ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ എന്നീ രണ്ട് പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചതും ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഡോക്ടർ അയ്യത്താൻ തന്റെ ഭാര്യയുമായി ചേർന്ന് സുഗുണവർദ്ധിനി പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി. ഇതിലൂടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും ബാലന്മാരിലും വിദ്യാർത്ഥികളിലും മാനവികതയുടെ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനും സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് അവരെ ഉൾപ്പെടുത്താനും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുമാണ് ഈ ഒരു സംഘടനയിലൂടെ അവർ ലക്ഷ്യം വെച്ചത്. എന്താ തന്നെ 1909 ഡിപ്രസ്ഡ് ക്ലാസസ് മിഷൻ എന്ന സംഘടനയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ദളിതരുടെ വിദ്യാഭ്യാസവും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട
പട്ടികപ്പെടുത്തപ്പെട്ട വിഭാഗങ്ങൾക്ക്, അതായത് കേരളത്തിലെ ഹരിജൻ എന്ന ദലിത് സമുദായങ്ങൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനും അതിനായി ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഒരു ബോർഡിംഗ് കോഴിക്കോട് കല്ലായി എന്ന സ്ഥലത്തും അതുപോലെ തലശ്ശേരിയിലുമായി നിർമ്മിച്ചതും ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അധകൃത വിഭാഗങ്ങൾക്കായി സുരക്ഷിതമായ ജോലി നൽകുന്നതിനായി അയ്യത്താൻ വീവിംഗ് മിൽ എന്ന നെയ്ത്തുശാലയും കൂടാതെ പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും സൗജന്യ ചികിത്സയും മരുന്നും നൽകുന്നതിനായി അയ്യത്താൻ ക്ലിനിക് ആൻഡ് ഡിസ്പെൻസറി എന്ന സ്ഥാപനവും സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ അയ്യത്താനാണ്. 1920കളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് മാനാഞ്ചിറയിൽ മെഡിക്കൽ സ്കൂൾ ആരംഭിച്ചപ്പോൾ ഡോക്ടർ അയ്യത്താനെ ഇവിടെ പ്രൊഫസറായി നിയമിക്കുകയും സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ രജിസ്ട്രാറായും അതേപോലെ ഹോണററി മജിസ്ട്രേറ്റ് എന്ന പദവി നൽകിയും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ മാനുഷികവുമായ സേവനങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടീഷ് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ പദവിയായ റാവു സാഹിബ് പട്ടം നൽകിയത് 1917 ജൂൺ 4-നാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദേവേന്ദ്രനാഥ ടാഗോറിന്റെ കൃതിയാണ് ബ്രഹ്മധർമ്മ എന്നറിയപ്പെടുന്നത്. സംസ്കൃത ഭാഷയിൽ എഴുതിയ ബ്രഹ്മധർമ്മ എന്ന കൃതിയെ ഇദ്ദേഹം മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ രാജാറാം മോഹൻ റോയുടെ മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര പുസ്തകം രചിക്കുകയും കൂടാതെ ഒട്ടേറെ ലഘുലേഖകളും നാടകങ്ങളും സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കായി ഇദ്ദേഹം രചിക്കുകയുണ്ടായി. കാരഞ്ചിനി പരിണയം, സുശീല ദുഃഖം എന്നീ സംഗീത നാടകങ്ങളും പ്ലേഗ് ഫാർസ് എന്ന നാടകവും രചിച്ചതും ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് 1894 രചിച്ച രാഗമാലിക. മറ്റു കൃതികളാണ് ഗാനമാലിക, ഗൃഹധർമ്മ ഗീതാമൃതം, കീർത്തന രത്നമാല, ബ്രഹ്മമതം, റാം മോഹൻ റോയ്, മതവും ഗുരുവും, മാധവൻ, ആരാധനയുടെ 2 പടികൾ, ബ്രഹ്മമതവും ഇതര മതവും, ജാതി, ബ്രിട്ടീഷ് ഭരണമാഹാത്മ്യം തുടങ്ങിയവ. ഇദ്ദേഹത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക ജീവചരിത്രമാണ് അപ്പൻ ഒരു ഓർമ്മ പുസ്തകം എന്നത്. അയ്യത്താൻ ആലോകാണ് ഡോക്ടർ അയ്യത്താന്റെ ആദ്യത്തെ മലയാളത്തിലെ ജീവചരിത്രം തയ്യാറാക്കിയത്. അതുപോലെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് ജീവചരിത്രം തയ്യാറാക്കിയത് ആരാണ്? അതും അയ്യത്താൻ ആലോക് തന്നെയാണ്. ദർസർ ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ആൻ അൺസങ് ഹീറോ എന്നാണ്.